തിരുവനന്തപുരം സൺഡേ ക്യാമ്പസ് അതുപോലെ ടെക്നോ പാർക്ക് ഫേസ് 4 അവിടെ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഇതാ ഈ കാണുന്ന 24 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് ഇതാ ഈ രീതിയിൽ റോഡ് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിന് മൊത്തത്തിലെടുത്ത് പ്ലോട്ട് ഡിവിഷൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വില്ല പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഏരിയൽ വിഷ്വൽ ആഡ് ചെയ്തേക്കും. നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മുൻവശത്തായിട്ട് നമുക്കിതാ ഈ രീതിയിൽ ഒരു വാട്ടർ ഫ്രണ്ടേജ് കാണാൻ സാധിക്കും. ഇതുപോലൊരു കുളമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾ സണ്ടക്കിൽ നിന്നോ അല്ലെങ്കിൽ മംഗലപുരം ജംഗ്ഷൻ എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ NH നിന്നാണെങ്കിൽ പോത്തങ്കോട് റോഡിലേക്ക് വരിക. കാരമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ മോഹനപുരം ജംഗ്ഷൻ വരും. മോഹനപുരത്ത് നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ്, ആ റോഡ് വരുമ്പോഴത്തേക്ക് ഇടതുവശത്തായിട്ട് ഒരു ഖബറടി പള്ളി കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ്, അതായത് നമ്മുടെ പോത്തങ്കോട് മംഗലപുരം മെയിൻ റോഡിൽ നിന്ന് 650 മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. സണ്ടക്കിൻ്റെ ക്യാമ്പസിൻ്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്ററും ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ടെക്നോ പാർക്കിൻ്റെ ബാക്കിയുള്ള ഫേസുകളിൽ കഴക്കൂട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെ ഈസി ആക്സസ് ആണ്. മെയിൻ റോഡ് വഴി നമ്മുടെ NH വഴി വന്ന് പള്ളിപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ മംഗലപുരത്ത് നിന്നോ തിരിഞ്ഞ് ഈസിലി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. കഴക്കൂട്ടത്ത് നിന്ന് 9 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയൊന്നും വരത്തില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ റോഡെല്ലാം നല്ല വീതിയാണ്. ഇപ്പോൾ NHൻ്റെ പണിയും കൂടെ കഴിയുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനായി മാറും. അപ്പോൾ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം. അതായത് പ്ലോട്ടുകളായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് റേറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. ഇനി അതല്ല മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് 4.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. ഇതുപോലെ നല്ല പീസ്ഫുൾ ലൊക്കേഷനിൽ നല്ല പക്ക കരഭൂമി നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം. ഈ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും നല്ലൊരു റേറ്റാണ് ഈ പ്രോപ്പർട്ടിക്ക് പറഞ്ഞിട്ടുള്ളത്. മിസ്സാക്കല്ലേ, വേഗം തന്നെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.